സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങും. 4 ദിവസത്തെ മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ തൃശൂർ ജില്ലയാണ് മുന്നിൽ. 961 പോയിന്റുമായി കണ്ണൂരും പാലക്കാടും തൊട്ട് പിന്നിലുണ്ട്. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരം ടൊവിനോ തോമസും ആസിഫ് അലി എന്നിവരും മുഖ്യാതിഥികളാകും. ഇപ്പോൾ വിശദാംശങ്ങളുമായി സൂര്യഗായത്രിയും ജോസഫും ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ഗുഡ് മോർണിംഗ്. ഇന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അവസാന ദിവസമാണ്. കഴിഞ്ഞ ദിവസം വരെ കണ്ണൂരായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് ഫലങ്ങളൊക്കെ മാറി മറിഞ്ഞ് അത് തൃശ്ശൂരിലേക്ക് പോവുകയുണ്ടായത്. ഇപ്പോൾ വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം പാലക്കാടും കണ്ണൂരും അടുത്തടുത്ത് നിൽക്കുകയാണ്. ചെറിയൊരു പോയിന്റ് വ്യത്യാസം വന്നാൽ പാലക്കാട് മുന്നിലേക്ക് കയറും. അങ്ങനെ നിൽക്കുകയാണ്. ഈ അവസാന ദിവസം എന്തൊക്കെ മത്സരങ്ങളാണ് ഇന്ന് വേദികളിൽ ഉണ്ടാവുക? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ജോസഫിനോട് ഹരിത ഗുഡ് മോർണിംഗ് പറയാത്തതുകൊണ്ട് ജോസഫ് മൈക്ക് എൻ്റെ തന്നിട്ടുണ്ട്. എന്തായാലും ഗുഡ് മോർണിംഗ് ഹരിത. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മത്സരം കാഴ്ചവെച്ചിരുന്നപ്പോൾ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അവസാന ദിവസമാണ്. ഇന്ന് സമാപനം കുറിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം അല്ലെ? ഇപ്പോഴും ഇന്നും ഒരുപാട് മത്സരങ്ങൾ നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ കപ്പ് ഈ ജില്ലക്കാർ കൊണ്ടുപോകുമെന്ന് പ്രത്യേകിച്ച് ആരെയും എടുത്തു പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. കണ്ണൂരായിരിക്കോ, കോഴിക്കോടായിരിക്കോ, അതോ മറിച്ചുകൊണ്ടാണ് ഇപ്പോൾ തൃശൂർ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യഘട്ടം മുതൽ കണ്ണൂരിന് വ്യക്തമായിട്ടുള്ള ആധിപത്യം ഉണ്ടായിരുന്നു. ആ സ്ഥാനം നിലനിർത്തുന്നത്, അതായത് ഒന്നാം സ്ഥാനം നിലനിർത്തുന്നതിൽ കണ്ണൂർ കഴിഞ്ഞ 3 ദിവസവും മുന്നിട്ട് നിന്നിരുന്നു. പക്ഷേ ഇന്ന് 4ാം ദിനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ കണ്ണൂരിന് ചെറിയൊരു വീഴ്ച സംഭവിച്ചു. 1ാം സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ 2ാം സ്ഥാനത്ത് പാലക്കാടും കണ്ണൂരും ഈ ഒരേ പോയിന്റുമായി മുന്നേറുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ആർക്ക് കപ്പ് കിട്ടും, അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഒരു ഫോട്ടോ ഫിനിഷിംഗ് എന്ന രീതിയിലേക്കായിരിക്കും സ്വർണ്ണ കപ്പ് ഏത് ജില്ലയിലേക്ക് പോകുക എന്ന കാര്യത്തിൽ തീരുമാനമാകുകയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത് കണ്ണൂർ തന്നെ കപ്പ് തിരിച്ചു കൊണ്ടുപോകുമ്പോ അതോ കോഴിക്കോട് കപ്പ് തിരിച്ചു പിടിക്കുമോ എന്നുള്ളതാണ്. ഇതിനിടയ്ക്കാണ് തൃശ്ശൂർ കയറി അവര് ഹൈജാക്ക്, അതായത് തൃശ്ശൂരും പാലക്കാടും കയറി ഈ 2 ജില്ലകൾക്കും ഭീഷണിയായി നിലവന്നത്. അപ്രതീക്ഷിതമായി കടന്നു വന്നവർ അവരുടെ ആധിപത്യം നിലനിർത്തുന്നു. അഥവാ നഷ്ടപ്പെട്ടാലും ഈ 1-2 പോയിന്റുകളുടെ വ്യത്യാസത്തിൽ മാത്രമായിരിക്കും സ്വർണ്ണക്കപ്പ് നഷ്ടപ്പെടുക. പക്ഷെ ആർക്കാണേലും അത് വലിയൊരു വെല്ലുവിളി തന്നെയായിരിക്കും. ഈ കലാ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു ഇനമായി സ്വർണ്ണക്കപ്പ് നേടുന്ന ഇനം മാറുമെന്ന കാര്യത്തിൽ 100% സംശയമില്ല. തൃശ്ശൂരിനും പാലക്കാടിനും ആധിപത്യം ഈ മത്സരങ്ങൾ, ഇന്നത്തെ മത്സരങ്ങൾ കഴിയുമ്പോഴും നിലനിർത്താൻ കഴിഞ്ഞാൽ കപ്പ് പുതിയ അടുത്ത ജില്ല കാണുമെന്നുള്ളതാണ്. കോഴിക്കോടിനും കണ്ണൂരിൽ നിന്ന് മാറി തൃശ്ശൂരിലേക്കോ പാലക്കാട്ടേക്കോ കപ്പ് പോകുന്നതിനുള്ള സാധ്യത ഏറെയാണ്. എന്തായാലും കുട്ടികളൊക്കെ തന്നെ വലിയ ആവേശത്തിലാണ്. ഇന്നലെ നമ്മുടെ അടുത്തേക്ക് മത്സരങ്ങൾ കാഴ്ചവെച്ചിട്ട് പ്രതികരിക്കാൻ വന്നിട്ടുണ്ടായിരുന്ന കുട്ടികൾ, അത് ഏത് ജില്ലയിലായാലും അവർ കപ്പ് കൊണ്ടുപോകുമെന്ന വീറും വാശിയോടും കൂടിയാണ് ഓരോ മത്സര ഇനത്തിലും പങ്കെടുത്തത് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ കഴിഞ്ഞ ദിവസങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ കലോത്സവം പെട്ടെന്ന് തീർന്നു പോയതുപോലെ തോന്നുന്നുണ്ടോ? വളരെ പെട്ടെന്ന് ഈ കലോത്സവം തീർന്നു പോയ പോലെ തോന്നുന്നു. കാരണം എങ്ങും എവിടെയും ഒരു ഉത്സവ ലഹരിയാണ്. കലാമാമാങ്കത്തിന്റെ ഉത്സവ ലഹരിയിലാണ് അനന്തപുരി ഉള്ളത്. അതുകൊണ്ട് തന്നെ ദിവസങ്ങളോ മണിക്കൂറുകളോ കടന്നു പോകുന്നത് ആരും തന്നെ അറിയുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് ഇവിടെ ഈ കലാമാമാങ്കത്തിന് കൊടിയിറങ്ങുമ്പോൾ ചിലരുടെ എങ്കിലും കണ്ണിൽ കണ്ണുനീര് പൊടിയും. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം സംസ്ഥാന കലോത്സവത്തിൽ അവസാനമായി പങ്കെടുക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. ഈ ഫീൽഡിൽ നിന്ന് തന്നെ നീങ്ങിപ്പോകുന്ന കുറെ ആളുകളുണ്ട്. അങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് ചിലർക്ക് ഇത് കണ്ണീരിന്റെ അനുഭവം കൂടിയായി മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ 90% അല്ലെങ്കിൽ 100% എന്ന് തന്നെ പറയാം സന്തോഷത്തിന്റെ, ഉല്ലാസത്തിന്റെ, ആഹ്ലാദത്തിന്റെ നിമിഷങ്ങൾ തന്നെയാണ് കഴിഞ്ഞ 4 ദിവസവും കടന്നു പോയത്. ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിജീവനത്തിന്റെ ചുവടുകൾ വെച്ചാണ് നമ്മൾ ഈ കലോത്സവം ആരംഭിച്ചത്. വയനാട്ടിലെ നമ്മുടെ വെള്ളാർമല സ്കൂളിലെ മിടുക്കികൾ, നമ്മുടെ കൊച്ചു കൂട്ടുകാർ നൃത്തം ചവിട്ടി. അതിനുശേഷം വന്നിട്ടുള്ള നമ്മുടെ ഗോത്രകലകൾ ഉൾപ്പെടെയുള്ളവ വലിയ പ്രേക്ഷക അല്ലെങ്കിൽ കാണികളുടെ വലിയ കയ്യടി നേടി സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇന്നലെ
ഇന്നലത്തോടു കൂടി ഗോത്രകലകളൊക്കെ അവസാനിച്ചു എന്ന് തോന്നുന്നു. ആ കളി ഒക്കെ അവസാനിച്ച് വലിയ കയ്യടി നേടി നിൽക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഗോത്രകലകൾ നമ്മുടെ കലോത്സവ വേദിയിലേക്ക് എത്താൻ 63 വർഷം എടുത്തു എന്നുള്ളതാണ്. സൂര്യഗായത്രി, ഈ കലോത്സവത്തിന്റെ മറ്റൊരു പ്രത്യേകതയായി എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ചേർത്ത് വെക്കലിന്റെ ഒരു കലോത്സവം കൂടിയായിരുന്നു. ആരൊക്കെ സമൂഹത്തിന്റെ ഭാഗമായി ആർക്കൊക്കെ കൂടുതൽ പരിഗണന ആവശ്യമുണ്ടോ അവരെയെല്ലാം ചേർത്ത് പിടിച്ചൊരു കലോത്സവം കൂടിയായിരുന്നു ഇത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ വെള്ളാർമല സ്കൂളിലെ കുട്ടികളെ മാത്രമല്ല, വയനാടിന്റെ മൊത്തം മക്കളെ സ്നേഹത്തോടെയും സഹതാപത്തോടെയും സന്തോഷത്തോടെയും സ്വീകരിക്കുക, അവർക്കൊരു പ്രത്യേക പരിഗണന വേണമെന്നൊരു തോന്നൽ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. മാത്രവുമല്ല, ഈ ഗോത്ര കലകൾ, അതായത് പ്രത്യേകിച്ച് വളരെ കാലങ്ങളായി അവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഗോത്ര കലകൾ ഈ കലോത്സവങ്ങളുടെ ഭാഗമാക്കണം. മാത്രവുമല്ല, ഈ ഗോത്ര കലകൾ ജഡ്ജ് ചെയ്യാൻ വേണ്ടി വരുന്നവർ അതേ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളായിരിക്കണം. അവർക്ക് മാത്രമാണ് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഗ്രാഹ്യമുള്ളത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ കുറ്റമറ്റ രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായതായി ഈ 4 ദിവസത്തിൽ അറിയാമോ സൂര്യ? അത് നമ്മുടെ മിനിസ്റ്റർ കലോത്സവം തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രതിഷേധങ്ങളോ സമരങ്ങളോ ഒന്നും പാടില്ല എന്നുള്ളത്. പക്ഷേ ആ പ്രതിഷേധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒരു വിധി നിർണയത്തിലും അത്തരത്തിലുള്ള ഒരു ഇഷ്ടക്കേടുകളോ അല്ലെങ്കിൽ പാകപ്പിഴകളോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ പ്രതിഷേധം മിസ് ചെയ്തു. സാധാരണ പ്രതിഷേധവും ഈ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് കാണാറുള്ളതാണ്. കലോത്സവത്തിന് വരുമ്പോൾ ഒരു സമരമെങ്കിലും കണ്ടില്ലെങ്കിൽ ഒരു അസ്വസ്ഥതയായിരുന്നു. തിരുവാതിരയും അതുപോലെ തന്നെ ഒപ്പനയൊക്കെ വേദിക്ക് പുറത്ത് കുട്ടികൾ കളിച്ച് പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു എന്നുള്ളതാണ്. അത് മിസ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ഈ കലോത്സവത്തിലെ എല്ലാ മത്സരങ്ങളും കൊണ്ടുപോകാൻ കഴിഞ്ഞു. സമാധാനപരമായിട്ട് ഈ കലോത്സവം കഴിയുന്നു എന്നുള്ളതാണ്. ദേ വന്നു ദാ പോയി എന്ന് പറഞ്ഞതുപോലെയായി. ഇന്നലെ നമ്മളിപ്പോ സ്റ്റോളൊക്കെ ഇട്ട് ഉദ്ഘാടനം തുടങ്ങിയതുപോലെ ഇന്നിപ്പോൾ സമാപനം എത്തിക്കഴിഞ്ഞു. പെട്ടെന്ന് കലോത്സവം അങ്ങ് പാഞ്ഞു പോയി. എന്തായാലും ഇന്നിപ്പോൾ സമാപന ചടങ്ങ് 5 മണിക്കാണ് ആരംഭിക്കുന്നത്. നമ്മുടെ ഭക്ഷ്യ വകുപ്പ് മന്ത്രി GR അനിൽ സമാപന ചടങ്ങിന് അധ്യക്ഷനാകും. തുടർന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. 2 ഹൈലൈറ്റുകൾ കൂടിയുണ്ട്. എന്താണ് 2 ഹൈലൈറ്റുകൾ? അതിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുകളല്ല, എല്ലാവരും കാത്തിരിക്കുന്ന 2 വിശിഷ്ട അതിഥികൾ നമ്മുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. അവരെ കാത്ത് അവര് വരുന്നത് നോക്കി കട്ട വെയിറ്റിംഗ് ആണല്ലേ. നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളായ ടൊവിനോ തോമസും ആസിഫ് അലിയുമാണ് സമാപന ചടങ്ങിലെ വിശിഷ്ട അതിഥികൾ. അവർ തന്നെ ആയിരിക്കും ഇന്നത്തെ സമാപന ചടങ്ങിലെ താരങ്ങൾ എന്ന് പറയുന്നു. ഫസ്റ്റ് താരം നമ്മുടെ കുട്ടികളാണ്, നമ്മുടെ മത്സരാർത്ഥികളാണ്, കപ്പ് കൊണ്ടുപോകുന്ന ജില്ലക്കാരാണ്. അത് തൊട്ടടുത്ത് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഈ കലോത്സവ നഗരിയുടെ മുഖ്യ കേന്ദ്രം അല്ലെങ്കിൽ ഒരേ ഒരു കേന്ദ്രം ഈ സെൻട്രൽ സ്റ്റേഡിയമായി മാറും. കാരണം ഇന്ന് 9 മണിയോടുകൂടിയാണ് ഈ മത്സരങ്ങൾ ആരംഭിക്കുന്നത്. 10 വേദികളിൽ മാത്രമേ മത്സരം നടക്കുന്നുള്ളൂ. ആ 5 മണിക്കുള്ളിൽ ഈ മത്സരങ്ങളെല്ലാം തന്നെ അവസാനിപ്പിക്കും. പിന്നീട് ഈ സെൻട്രൽ സ്റ്റേഡിയം ഒരു പൂര നഗരിയായി തീരും, അക്ഷരാർത്ഥത്തിൽ തീരുമെന്ന ഒരു കാര്യമാണ് നാം വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലെ? ഉദ്ഘാടനത്തിന് ശേഷം മന്ത്രി ശിവൻകുട്ടി തന്നെയാണ് ഈ ആർക്കാണ് സ്വർണ്ണക്കപ്പ് എന്നുള്ളത് അനൗൺസ് ചെയ്യുന്നത്. അതിനുശേഷം സ്വർണ്ണക്കപ്പ് നൽകും. മറ്റ് അവാർഡുകളൊക്കെ പുരസ്കാരങ്ങളൊക്കെ തന്നെ നൽകുന്നുണ്ട്. അതിനുശേഷം ഒരു കൊട്ടിക്കലാശം അത് നമ്മൾ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾക്ക് പ്രതീക്ഷിക്കാനും സന്തോഷിക്കാനുള്ള ഒരു വക കൂടി ഇന്നത്തെ ചടങ്ങിലുണ്ട്. എന്താണത്? നമ്മളുടെ പ്രിയപ്പെട്ട ക്യാമറാമാനായിട്ടുള്ള സനോജ് പയ്യന്നൂരിന് അത് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം ഈ നേരത്തെ മറ്റ് വേദികളിലൊക്കെ പോയവരൊക്കെ തന്നെ തിരിച്ചു വന്ന് കൃത്യസമയത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഹാജരാകണമെന്ന് ഇന്നലെ നമ്മൾ തീരുമാനിച്ചതാണ്. നമ്മുടെ സനോജ് ഏട്ടൻ നമ്മുടെ ക്യാമറാമാനാണ് കഴിഞ്ഞ വർഷത്തെ കലോത്സവത്തിലെ മികച്ച ക്യാമറാമാനുള്ള അവാർഡ് നേടിയിരിക്കുന്നത്. ഒരു നിസ്സാര കാര്യമല്ല. കാരണം എന്താണെന്നറിയോ, നമ്മളിപ്പോ ഒരു കണക്കെടുത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു 100-ലധികം അല്ലെങ്കിൽ 200-ലധികം ക്യാമറാമാന്മാർ ഉണ്ടാവും. അതിൽ നിന്ന് ഒരാളായി തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുന്നത് അത് സനോജ് പയ്യന്നൂർ അസാമാന്യ പ്രതിഭയാണ് എന്നുള്ളതിന്റെ ഒരു ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ ലഭിച്ചിരിക്കുന്ന ഈ അവാർഡ്, അല്ലേ?
ഇപ്പോൾ സനോജ് ചേട്ടൻ അവാർഡ് വാങ്ങാൻ പോകുമ്പോൾ കട്ട സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തു തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. അതിനുശേഷം സനോജ് ചേട്ടൻ ഒരു പാർട്ടിയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ തയ്യാറെടുക്കുന്നുണ്ട്, നടത്താമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങളെ തന്നെ തരാമെന്നാണ് സനോജ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. 20,000 രൂപയുണ്ട്, അത് നിങ്ങൾക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കുന്ന സനോജ് ചേട്ടൻ വാക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതായത് ഡെസ്കിലും വിസിആറിലൊക്കെ ഇരിക്കുന്നവർക്ക് ചെലവ് വേണമെങ്കിൽ സനോജ് ചേട്ടൻ അവിടെ എത്തുമ്പോഴേ ചോദിച്ചോണം. ഞങ്ങൾ എന്തായാലും ഇവിടെ വെച്ച് ചെലവ് നടത്തി കഴിഞ്ഞിട്ടേ അങ്ങോട്ട് വിടുന്നുള്ളൂ. അതെ, അത് അത്രേ ഉള്ളൂ. എന്തായാലും സമാപന സമ്മേളനത്തിനായിട്ട് ഈ വേദി സെൻട്രൽ സ്റ്റേഡിയം ഒരുങ്ങിയിട്ടുണ്ട്. അതിന് മുമ്പ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ നാടോടി നൃത്തം ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ആ മത്സരത്തിന് ശേഷമാണ് സമാപന ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് വേദികളിലും സ്കിറ്റ്, ഇംഗ്ലീഷ് സ്കിറ്റ് ഉൾപ്പെടെ ഇന്നിപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കേരള നടന മത്സരം ടാഗോർ തിയേറ്ററിൽ നടക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് ഇന്നിപ്പോൾ ഉള്ളത്. ശാസ്ത്രീയ സംഗീതമുണ്ട്, വയലിനുണ്ട്, സ്വാതി തിരുനാൾ കോളേജ് ഓഫ് മ്യൂസിക്കിൽ വെച്ചാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ട്രിപ്പിൾ ഓർ ജാസ് വെസ്റ്റേൺ നടക്കുന്നുണ്ട്. വഞ്ചിപ്പാട്ടുണ്ട്. വഞ്ചിപ്പാട്ട് മത്സരം കാണാൻ ആളുകൾ ഏറെ എത്തുന്ന ഒരു മത്സരമാണ് ഈ വഞ്ചിപ്പാട്ട് മത്സരം. അപ്പം ഈ വഞ്ചിപ്പാട്ട് മത്സരം കാണേണ്ടവര് നേരെ പോകേണ്ടത് കാർമൽ HSS ഓഡിറ്റോറിയത്തിലേക്ക് പോയാൽ മതി. അവിടെ അടിപൊളി വഞ്ചിപ്പാട്ട് മത്സരങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ഇരുള നൃത്തം, നമ്മുടെ ഗോത്രകല ഇരുള നൃത്തം, അത് ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ രാവിലെ ഇരുള നൃത്തവും അതിന് ഉച്ചയ്ക്ക് ശേഷം പളിയ നൃത്തം ഉണ്ടായിരുന്നു. ഇരുള നൃത്തത്തിന്റെ ബാക്കി മത്സരം കൂടി ഇന്നിപ്പോൾ ഇരുള നൃത്തവും പണിയ നൃത്തവും ഇന്നും വേദികളിലുണ്ട്. അങ്ങനെ ആകെ മൊത്തം ഇന്ന് 10 വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. 9 മണിയോട് കൂടി തന്നെ കൃത്യം മത്സരങ്ങൾ ആരംഭിക്കും. 5 മണിക്ക് മുമ്പായി ഈ മത്സരങ്ങളെല്ലാം അവസാനിപ്പിച്ച് ആർക്കായിരിക്കും സ്വർണ്ണക്കപ്പ് എന്നുള്ള ആകാംക്ഷാഭരിതമായ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. അത് കണ്ണൂരിനോ കോഴിക്കോടിനോ വയനാടിനോ തൃശ്ശൂരിനോ ആർക്ക് തന്നെ കിട്ടിയാലും അത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം പറയട്ടെ. ഞാനൊരു കണ്ണൂരുകാരനാണ്. കണ്ണൂരിന് കപ്പ് ലഭിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. എങ്കിൽ പോലും ഇത്തവണ മറ്റൊരു ജില്ലയ്ക്ക് കപ്പ് ലഭിക്കട്ടെ, ഇതുവരെ കപ്പ് ലഭിക്കാത്ത ഒരു ജില്ലയ്ക്ക് കപ്പ് ലഭിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം ഇതാരുടെയും കുത്തകയൊന്നും അല്ലല്ലോ കപ്പ്. അത് സ്വന്തം, അതിപ്പോ കണ്ണൂരിലെ കുട്ടികൾ അത്രത്തോളം മികച്ച പ്രകടനം നടത്തി അവർ മുന്നിലുണ്ടെങ്കിൽ അവർക്ക് കപ്പ് കൊണ്ടുപോവണ്ടേ ജോസ്? അത് തീർച്ചയായിട്ടും, അതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഒരു ആഗ്രഹം മാത്രം പറഞ്ഞതാണ്. എല്ലാവർക്കും ലഭിക്കാൻ ആഗ്രഹമുണ്ടല്ലോ, ആ ആഗ്രഹം സഫലമാകട്ടെ എന്നുള്ള കാര്യം പറഞ്ഞ അത് തന്നെയാ. അതായത് സ്വർണ്ണക്കപ്പിൽ ഇതുവരെ നേടാൻ കഴിയാത്ത, അല്ലെങ്കിൽ കുറെ വർഷങ്ങളായിട്ട് നേടാൻ കഴിയാത്തവർക്ക് നേടാൻ കഴിയട്ടെ. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോൾ മികച്ച പ്രകടനം നടത്തിയ കുട്ടികൾക്ക് അംഗീകാരം ലഭിക്കട്ടെ, ആ ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നുള്ളതാണ്. ഇനി അത് ആര് നേടും എന്നതിലാണ് ഒരു സംശയം നിൽക്കുന്നത്, ഒരു വലിയ ചോദ്യമായിട്ട് ഉള്ളത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് നമ്മുടെ ജില്ലകളൊക്കെ തന്നെ ഉള്ളത്. ആദ്യ ലിസ്റ്റിൽ തന്നെ നമ്മുടെ കോഴിക്കോടും കണ്ണൂരും പാലക്കാടും തൃശ്ശൂരും ഒക്കെ ഉണ്ട്. ഇന്നിപ്പോൾ നടക്കുന്ന മത്സരങ്ങളുടെ വിധി നിർണയമാണ് സ്വർണ്ണക്കപ്പിലേക്ക് ആരെ എത്തിക്കും എന്നതിൽ ഒരു ആ ചോദ്യത്തിനൊരു ഉത്തരം ലഭിക്കുന്നത്. എന്തായാലും അത് നമുക്ക് സമാപന സമ്മേളനത്തിലാണ് അറിയാൻ കഴിയുക. അതിനു മുമ്പ് തന്നെ ഈ പോയിന്റ് നിലവാരത്തിലൊക്കെ അടിസ്ഥാനത്തിൽ ആർക്കായിരിക്കും നേടാൻ കഴിയുക എന്ന് നമുക്ക് ഏകദേശം ഒരു സൂചന ഉണ്ടാവും. പക്ഷേ ഏറ്റവും അവസാനം നടക്കുന്ന മത്സരങ്ങളുടെ ഫലപ്രഖ്യാപനം ഒരുപക്ഷെ, അല്ലെങ്കിൽ പോയിന്റ് ഇടുന്നത് ഒരുപക്ഷെ അത് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും. കാരണം ഒരു സർപ്രൈസ് വേണമല്ലോ. നമ്മൾ നേരത്തെ തന്നെ പോയിന്റ് ഒക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആർക്കായിരിക്കും സ്വർണ്ണക്കപ്പ് എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കും. എന്തായാലും സമാപന സമ്മേളനത്തിന് തൊട്ട് അടുത്ത നിമിഷങ്ങളിൽ തന്നെ ആർക്കായിരിക്കും സ്വർണ്ണക്കപ്പ് എന്നുള്ള വിവരം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. അതിനുശേഷമായിരിക്കും പരിപാടികളൊക്കെ തുടങ്ങുക എന്നുള്ളതാണ്. അതെ, അതിനുശേഷമായിരിക്കും ഈ പരിപാടികളൊക്കെ തുടങ്ങുക. എന്തായാലും മത്സരത്തിന്റെ ഈ ഫലം എന്തായാലും അത് എക്സ്ക്ലൂസീവ് ആയിരിക്കും. അതായത് മന്ത്രിമാരെ അത് വെളിപ്പെടുത്തില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ചടങ്ങ് നടക്കുന്ന ആ ഒരു ഘട്ടത്തിൽ മാത്രമായിരിക്കും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പോലെ ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ പോയ കുട്ടികളോടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ കപ്പ് വാങ്ങി പിന്നീട് ഒരു ഘോഷയാത്രയുണ്ട്. ഒരു അർമാദിക്കും അവർ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ. അപ്പോൾ നേരെ നമ്മുടെ സ്റ്റോളിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വർണ്ണക്കപ്പ് ആദ്യം അവിടെ എത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ സ്വർണ്ണക്കപ്പ് നേടിയ വിദ്യാർത്ഥികളെ പരിചയപ്പെടുകയും അല്ലെങ്കിൽ അവരുടെ ആഘോഷത്തിന് നമ്മുടെ സ്റ്റോളിലൂടെ തുടക്കം കുറിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതിന് നമ്മൾ ഈ വേദിക്ക് തൊട്ട് അരികെ തന്നെ ഉണ്ട്. അതിന് മുമ്പ് ഈ സ്വർണ്ണക്കപ്പ്
കപ്പ് നേടിക്കഴിഞ്ഞുള്ള ആഘോഷമുണ്ട്. അതിനുശേഷമായിരിക്കും നമ്മുടെ സനോജ് ചേട്ടനെ പുരസ്കാരം കിട്ടുക. അപ്പോൾ നമ്മൾ ഇവിടെയും വേണം അവിടെയും വേണം എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. സ്വർണ്ണക്കപ്പ് ആര് കൊണ്ടുപോകും എന്നതിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടൊവിനോ തോമസും ആസിഫ് അലിയും വരുന്നുണ്ട്. അവരെ കാണുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയുണ്ട്. സെൽഫി എടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി സൂര്യഗായത്രിക്കുണ്ട് അല്ലെ. അവരെ നേരെ കാണാൻ കഴിഞ്ഞാൽ ഭാഗ്യം, അതിനുശേഷം സെൽഫി. എന്തായാലും നമ്മൾ ശ്രമിക്കും, തീർച്ചയായും ശ്രമിക്കും. എന്തായാലും ഇന്ന് അനന്തപുരിയുടെ മണ്ണിലേക്ക് എത്തുന്നവർക്കാർക്കും നിരാശപ്പെട്ട് മടങ്ങേണ്ടി വരില്ല. നിരവധിയായ മത്സരങ്ങളുണ്ട്, വർണ്ണാഭമായ കാഴ്ചകളുണ്ട്, കൗതുകകരമായ സംഭവങ്ങളെല്ലാം തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമാപന സമ്മേളനത്തിനാണ് ഇനിയുള്ള മണിക്കൂറുകളിലൊക്കെയുള്ള കാത്തിരിപ്പ്.